ചൈനയിലെ 140 കോടി ജനങ്ങളിൽ ഏകദേശം 2.5 കോടി മാത്രമാണ് മുസ്ലിങ്ങൾ. അതായത് ആകെ ജനസംഖ്യയുടെ വെറും 1.8%. ചൈനീസ് സർക്കാർ ബുദ്ധമതത്തെയും ക്രിസ്തുമതത്തെയും ഒരു പരിധിവരെ അംഗീകരിക്കുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് നേരെ മാത്രം അതിക്രൂരമായ അടിച്ചമർത്തലുകളാണ് നടക്കുന്നത്. ഷിൻജിയാങ് പ്രവിശ്യയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇതിന്റെ ജീവിക്കുന്ന തെളിവാണ്. റീ എഡ്യൂക്കേഷൻ സെന്ററുകൾ എന്ന പേരിൽ ചൈന നടത്തുന്ന ഈ ക്യാമ്പുകളിൽ 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങളെയാണ് തടവിലാക്കിയിരിക്കുന്നത്. ദിവസവും 12 മുതൽ 13 മണിക്കൂർ വരെ വിശ്രമമില്ലാത്ത അടിമപ്പണിയാണ് ഇവർക്ക് നൽകുന്നത്. ആഴ്ചയിൽ 7 ദിവസവും ഇത് തുടരുന്നു. മതപരമായ ഒരു ചിഹ്നവും ധരിക്കാൻ ഇവർക്ക് അനുവാദമില്ല. മുസ്ലിം സ്ത്രീകൾ പർദ്ദയോ ഹിജാബോ ധരിച്ചാലോ പുരുഷന്മാർ താടി വളർത്തിയാലോ അവരെ ഈ ക്യാമ്പുകളിലേക്ക് വലിച്ചെറിയും. വിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് അവിടെ കുറ്റകരമാണ്. പ്രാർത്ഥിക്കാൻ ഒത്തുകൂടുന്നതോ മതഗ്രന്ഥങ്ങൾ കൈവശം വയ്ക്കുന്നതോ പോലും തടവറയിലേക്കുള്ള വഴിയാണ്. ഇത്തരത്തിൽ ശാരീരികമായും മാനസികമായും തകർക്കപ്പെടുന്ന ഇവർക്ക് മുന്നിൽ പലപ്പോഴും ആത്മഹത്യ മാത്രമാണ് ഏകവഴി. ഫാക്ടറികൾക്ക് ചുറ്റും വലകൾ കെട്ടിയിരിക്കുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാനല്ല, മറിച്ച് മരിക്കാൻ പോലും അനുവദിക്കാതെ അവരെക്കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. ഇതൊരു വംശഹത്യയാണ്. ഒരു ജനതയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ആധുനിക ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. ഇതൊക്കെ അറിഞ്ഞിട്ടും ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത്?